അങ്ങനെ കണ്ണടച്ച് തുറക്കും വേഗത്തിൽ ഈ ഒരു കൊല്ലവും കഴിയാറായി. എല്ലാ കൊല്ലവും തുടങ്ങുന്ന സമയത്ത് നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന കാര്യമാണ് അടുത്ത കൊല്ലം നമുക്ക് കുറേ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തണം, കുറച്ചുകൂടി നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവണമെന്നൊക്കെ. എന്നാൽ തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ ആവേശമൊന്നും ഒരു മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ വെക്കുന്ന ഗോൾസിന്, അതായത് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് നമ്മൾ പരാജയപ്പെടുന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. ഓരോ കൊല്ലവും കടന്നു പോകുന്തോറും നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം അപ്ഡേറ്റഡ് ആകാനും അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ജീവിത ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് അത്യാവശ്യമാണ്. പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കാനായിട്ട് നമുക്ക് ലൈഫ് ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് എന്തൊക്കെ ലൈഫ് ഗോൾസ് സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈഫ് ഗോൾസ് നമുക്ക് ഷോർട്ട് ടേം ഗോൾസ് ആവാം, ലോങ് ടേം ഗോൾസ് ആവാം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഗോൾസ്. എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഇത്ര വെയിറ്റ് നമുക്ക് കുറയ്ക്കണം എന്നുള്ള ചെറിയ ഗോൾ ആണെങ്കിൽ അത് ഷോർട്ട് ടേം ഗോളും. അതുപോലെ നമുക്ക് കുറച്ച് സമയം എടുത്തൊരു ബിസിനസ് തുടങ്ങണം, അതുപോലെ കുറച്ച് നാൾക്കുള്ളിൽ നമുക്കൊരു വീട് വാങ്ങണം. അത്തരത്തിൽ കുറച്ച് സമയം ആവശ്യമുള്ള ഗോൾസ് നമ്മൾ ലോങ് ടേം ഗോൾസിലും ഉൾപ്പെടുത്തും. ഗോൾസ് പേഴ്സണൽ ഗോൾസ് ആവാം, അതായത് ഇപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം, ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കണം, അത്തരം ഗോൾസ് പേഴ്സണൽ ഗോൾസും. ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടണം, അത്തരത്തിലുള്ളത് കരിയർ ഗോൾസും. കൂടാതെ നമുക്ക് ലൈഫ് ഗോൾസ് ഫിനാൻഷ്യൽ ആവാം അല്ലെങ്കിൽ സ്പിരിച്വൽ ആവാം. സക്സസ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്ക് ഗോൾസ് ഇനി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസ് എപ്പോഴും സ്മാർട്ട് ഗോൾസ് ആയിരിക്കണം. സ്മാർട്ടിലെ എസ് സൂചിപ്പിക്കുന്നത് സ്പെസിഫിക്, അതായത് നമുക്ക് കൃത്യമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ വേണം. എം സൂചിപ്പിക്കുന്നത് മെഷറബിൾ, കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസ്. അടുത്തതായി എ സൂചിപ്പിക്കുന്നത് അച്ചീവബിൾ. ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ ഗോള്. സ്മാർട്ടിലെ ആർ സൂചിപ്പിക്കുന്നത് റെലവന്റ്, അതായത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. സ്മാർട്ടിലെ ടി സൂചിപ്പിക്കുന്നത് ടൈം ബൗണ്ട് ആയിരിക്കണം, അതായത് കൃത്യമായ ഒരു സമയത്ത് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാകണം. ഇത്തരത്തിലുള്ള ടേംസ് ഒന്നും കണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ, ഒരു ഗോള് വെച്ചിട്ട് ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗോള് നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളതാണെങ്കിൽ ഈ സ്മാർട്ട് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. കാലത്തെ മോർണിംഗ് റൂട്ടീൻസ് എല്ലാം തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് വേണ്ടത്ര സമയം കിട്ടാത്തത് കൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോളായി മാറി. അടുത്ത 2 ആഴ്ച കാലത്തേക്ക് നമ്മൾ എത്ര തവണ നമ്മുടെ അലാറം അടിക്കുമ്പോൾ സ്നൂസ് ചെയ്ത് കിടന്നുറങ്ങുന്നു എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതൊരു മെഷർമെന്റ് ആയി. രാത്രി സമയം നേരത്തെ കിടന്നുറങ്ങിയാൽ നമുക്ക് ഈ ഗോള് അച്ചീവ് ചെയ്യാവുന്നതാണ്. നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമുക്ക് കാലത്ത് സമയത്തുള്ള ആ ഒരു ഓട്ടപ്പാച്ചിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഭാവിയിലേക്ക് അത് ഒരുപാട് ഉപകാരമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൃത്യമായിട്ട് ഒരു ടൈം ബൗണ്ട് നമുക്ക് ഇതിന് വെക്കാം. കാരണം അടുത്ത 1 മാസക്കാലത്തേക്ക് ഞാൻ നേരത്തെ എഴുന്നേക്കും എന്നുള്ള ഒരു ഗോള് നമുക്ക് ഇതിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. വലിയ ഗോൾസ് ഒക്കെ ആണെങ്കിലും എത്ര ചെറിയ ഗോൾസ് ആണെങ്കിലും നമ്മൾ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ചു ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മൾ ഗോൾസിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഈ ഗോൾസിലേക്ക് ഒരു ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും അതിലേക്ക് എത്തിച്ചേരാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കൊല്ലത്തേക്ക് ഒരു 12 ബുക്സ് വായിക്കണം എന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ആദ്യ മാസങ്ങളിലൊന്നും നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കാതെ അവസാന മാസങ്ങളിൽ കടന്ന് ഇയർ എൻഡ് ആവുമ്പോൾ നമ്മൾ 12 ബുക്സ് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാ ബുക്സും കൂടി നമുക്ക് വായിക്കാൻ സാധിക്കില്ല. അങ്ങനെ നമുക്ക് ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓരോ മാസം ഓരോ ബുക്ക് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒരു മാസം ഒരു ബുക്ക് നമുക്ക് വായിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇയർ എൻഡ് ആവുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു കൊല്ലത്തിന് നമ്മൾ 12 ബുക്സ്, ഒരു മാസം ഒരു ബുക്ക് എന്ന കണക്കിന് വായിച്ച് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും.
മെഷറബിൾ ആയിട്ടുള്ള ഗോൾസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കതിനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും നമ്മൾ പറഞ്ഞ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഗോളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ നമ്മുടെ നേട്ടങ്ങൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് സ്വയം മോട്ടിവേറ്റഡ് ആവാനും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ എയിമിലേക്കാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സ്വയം ബോധ്യപ്പെടാനും ഒരുപാട് സഹായിക്കുന്ന ഒരു ടിപ്പാണ്. നമ്മൾ നമ്മുടെ ചെറിയ വിജയങ്ങൾ പോലും സെലിബ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു ഡയറ്റിങ്ങിലാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ചയിലും നിങ്ങൾ ഉദ്ദേശിച്ച വെയിറ്റ് കുറയുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു നേരം ഒരു ചീറ്റ് മീൽ എടുത്തത് സെലിബ്രേറ്റ് ചെയ്യാം. ലൈഫ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വഴി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം, അടുത്ത കൊല്ലത്തിന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം അവരോട് നമുക്ക് സംസാരിക്കാം. വാട്സപ്പ് ഗ്രൂപ്പ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരേ ഗോൾസിലേക്ക് പോകുന്നവരാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ ഒരുമിച്ച് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടും. കൃത്യമായിട്ട് നമ്മൾ അവരോട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ ദിവസവും വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ ആഴ്ചയിലും നമ്മൾ കുറഞ്ഞ വെയിറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും ഉൾപ്പെടുത്തി നമ്മുടെ കൂടെ നിൽക്കും എന്ന് നമുക്ക് ഉറപ്പുള്ളവരെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് 1-2 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലോ തന്നെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിയാനുള്ള കാരണം കൃത്യമായിട്ട് നമ്മളത് ട്രാക്ക് ചെയ്യാത്തതാവാം. ഇതുപോലെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്ലാനേഴ്സ് ഒക്കെ. ഓൺലൈനിലൊക്കെ ഇത്തരം പ്ലാനേഴ്സ് നമുക്ക് എളുപ്പത്തിൽ വാങ്ങാനായിട്ട് കിട്ടും. അതല്ല പൈസ മുടക്കി നിങ്ങൾക്ക് വാങ്ങേണ്ടെന്നുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കിലായാലും നമുക്ക് ഇതുപോലെ പ്ലാനേഴ്സ് റെഡിയാക്കി, സ്വയം DIY പ്ലാനേഴ്സ് റെഡിയാക്കി നമുക്ക് നമ്മുടെ ലൈഫ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള പ്ലാനേഴ്സിൽ കൃത്യമായിട്ട് നമുക്ക് മന്ത്ലി ഗോൾസ് എന്തൊക്കെയാണെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ആ ഗോൾസിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹാബിറ്റ്സ് പുതിയതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാനുള്ള പ്രത്യേക കോളംസ് ഉണ്ടാകും. അതുപോലെ വാട്ടർ ട്രാക്കർ, മൂഡ് ട്രാക്കർ, അത്തരത്തിലുള്ള പലതരത്തിലുള്ള ട്രാക്കേഴ്സ് നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാനേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ വില കൂടിയ പ്ലാനേഴ്സ് വാങ്ങി നമ്മൾ പൈസ കളയണമെന്ന് യാതൊരു ആവശ്യമില്ല കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലത്തുള്ള എല്ലാ തരത്തിലുള്ള ട്രാക്കേഴ്സ് ഇല്ലെങ്കിൽ കൂടിയും ഡെയിലി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാനേഴ്സും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട് ടുഡേസ് ടു ഡു ലിസ്റ്റ് ഉൾപ്പെടുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഡെയിലി പ്ലാനേഴ്സ് ചീപ്പ് റേറ്റിന് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ചിലതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെച്ച് നമ്മുടെ ഗോൾസ് വീക്ക്ലി മന്ത്ലി ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഓരോ കൊല്ലം ചെല്ലുന്തോറും പേഴ്സണലി ഡെവലപ്ഡ് ആവാനും അതുപോലെ നമ്മുടെ ജീവിതത്തെ അപ്ഡേറ്റഡ് ആക്കാനും ഇതുപോലെ ലൈഫ് ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത് നമ്മളെ സ്ത്രീകൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അടുത്ത കൊല്ലത്തിന് ഇനി എന്തൊക്കെ ലൈഫ് ഗോൾസ് ആണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ അതിന് ചില എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള ലൈഫ് ഗോൾസിന്റെ എക്സാമ്പിൾസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് അടുത്ത കൊല്ലത്തിന് ഗോൾസ് സെറ്റ് ചെയ്ത് അതിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഒരു പുതിയ സ്കില്ല് പഠിക്കാനായിട്ട് നമുക്കൊരു ലൈഫ് ഗോൾ സെറ്റ് ചെയ്യാവുന്നതാണ്. അത് ഏത് തരത്തിലുള്ള കാര്യവും ആയിക്കോട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പഠിക്കാനോ പാട്ട്, ഡാൻസ് എന്ത് തന്നെ പഠിക്കാനായാലും നമുക്ക് ജോയിൻ ചെയ്യാം. അത് മാത്രമല്ല, ഇപ്പോൾ കുക്കിംഗ് നിങ്ങൾക്ക് അറിയില്ല, കുക്കിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാം. നമ്മൾ പൈസ മുടക്കി പഠിക്കണമെന്നില്ല. ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പുതിയ സ്കിൽസും അതുപോലെ ലാംഗ്വേജസ് ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇപ്പോൾ നമുക്ക് വീട്ടുജോലികൾ ഒരുപാടുള്ളവരാണെങ്കിലും വീട്ടിൽ മറ്റുള്ള അംഗങ്ങളുമായിട്ട് കുറച്ചധികം സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നമുക്കൊരു ലൈഫ് ഗോളായിട്ട് സെറ്റ് ചെയ്ത് അതിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. കൂടുതൽ സമയം നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം.
ഈ കൊല്ലം നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സോളോ ട്രിപ്സ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫിനാൻഷ്യലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് ആ ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ജോലി ഇല്ലാത്തവരാണെങ്കിലും ജോലി ഉള്ളവരാണെങ്കിലും മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ അപ്ഡേറ്റഡ് ആവാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് ജോലിയൊക്കെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിന് വേണ്ട രീതികൾ നമുക്ക് ആലോചിച്ച് കണ്ടെത്താവുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഈ കൊല്ലത്തെ ഗോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം, വെള്ളം ആവശ്യത്തിന് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം, പിന്നെ ഒരു ഹെൽത്തി ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ആഴ്ചയിൽ നമ്മൾ ഇത്ര വെയിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് ട്രാക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് വാട്ടർ ട്രാക്കർ യൂസ് ചെയ്യാവുന്നതാണ്. ബാലൻസ്ഡ് ഡയറ്റ്, അതുപോലെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ കൊല്ലം തീരുമാനിക്കാം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് ഒരു നല്ലൊരു ഗോളാണ് കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് നിങ്ങൾക്ക് തേടി കണ്ടുപിടിക്കാവുന്നതാണ്. കൃത്യസമയത്ത് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകും എന്നൊരു ഗോള് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് സെറ്റ് ചെയ്യാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാന്നുള്ളത്. ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. അതായത് കൃത്യമായിട്ട് ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കാം. സ്കിൻ കെയർ കൃത്യമായിട്ട് മുടങ്ങാണ്ട് ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അടുത്തൊരു മൊമെന്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും ഗസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലെന്നറിയാം. എന്നാലും പുതിയ പ്രതീക്ഷകൾ പുതിയ ഒരു ഇയർ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഈ പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അപ്ഡേറ്റഡ് ആക്കാനും അതുപോലെ നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഇതുപോലെ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നമുക്ക് ലേഡീസിന് സെറ്റ് ചെയ്യാവുന്ന ചില ഗോൾസുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.